ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? സൺറൈസേഴ്സ് ഹൈദരാബാദും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിലുള്ള ഏഴാമത്തെ മാച്ച്. നമുക്കെല്ലാവർക്കും അറിയാം ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ആ ഒരു ശക്തി എന്താണെന്നുള്ളത്. IPL 2025 ഏറ്റവും സൂപ്പറായിട്ടുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് എല്ലാവരും കരുതുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഇന്നലെ ഒന്ന് അടിപതറി. ശരിക്കും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബാറ്റിംഗ് തകർച്ചയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ പോലും നല്ലൊരു ടോട്ടൽ, ഒരു 190 എന്നുള്ള ഒരു ടോട്ടൽ അവർ എത്തിച്ചിട്ടുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം 190 എന്നുള്ളൊരു ടോട്ടൽ ഒരു ആവറേജ് ടോട്ടൽ മാത്രമാണ്. കാരണം അവരുടെ ഫസ്റ്റ് മാച്ച് നമുക്കറിയാം, അവരുടെ ഒരു എബിലിറ്റിയും നമുക്കറിയാം. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു നോർമൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോട്ടൽ ഡെഫിനറ്റായിട്ട് ഒരു 230, 220 മേലെ പോകും. സൺറൈസേഴ്സ് ഹൈദരാബാദിന് പ്രതീക്ഷ അത്ര രീതിയിലുള്ള ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനാവാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഷാർദുൽ താക്കൂറിൻ്റെ അതിഗംഭീരമായ ബോളിംഗ് തന്നെയാണ്. ഈ ഷാർദുൽ താക്കൂർ അൺസോൾഡ് ആയിരുന്നു. IPL ആരും എടുക്കാത്തൊരു പ്ലെയർ ആയിരുന്നു ഷാർദുൽ താക്കൂർ. ഓപ്ഷനിലെ ഒന്നാമത്തെ അവസരത്തിൽ ആരും വിളിച്ചെടുക്കാതിരുന്ന ഷാർദുൽ താക്കൂറിനെ രണ്ടാമത്തെ അവസരത്തിലാണ് ലക്നൗ സൂപ്പർ ജയൻസ് വിളിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം, ഷാർദുൽ താക്കൂറിൽ നിന്ന് വലിയ ബോളിംഗ് പ്രകടനമൊന്നും ഒരു ടീമും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു കളിയോട് കൂടി ഷാർദുൽ താക്കൂർ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞു ആ ബോളിങ്ങിന് എത്രത്തോളം മൂർച്ചയുണ്ട് എന്നുള്ളത്. തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങിയ ലക്നൗ സൂപ്പർ ജയൻസിന് ആസ് യൂഷ്വൽ നിക്കോളാസ് പൂരൻ തുടക്കമിട്ട് വളരെ ഭംഗിയായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട്. നിക്കോളാസ് പൂരൻ വെറും 26 ബോളിലാണ് 70 റൺസ് എടുത്തത്. മിച്ചൽ മാർഷ് 31 ബോളിൽ 52 റൺസ്. അതുപോലെ തന്നെ അബ്ദുൽ സമദ് നോട്ടൗട്ടായി ഒരു 22 റൺസ്. ഋഷഭ് പന്ത് വീണ്ടും പരാജയം തന്നെയായിരുന്നു. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ആ ഒരു കലിപ്പനായ ഓണർ എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരുന്നു. അതൊരു പക്ഷേ കളി സൂപ്പർ ജയൻസ് ജയിച്ചതുകൊണ്ടായിരിക്കാം. സാധാരണഗതിയിൽ അങ്ങനെ ഒരു സന്തോഷത്തിൽ ഇരിക്കാറൊന്നുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം KL രാഹുലുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും കൊടുത്ത പൈസക്ക് പണിയെടുക്കുന്ന കളിക്കാരെന്ന് പറയാൻ പറ്റുന്ന കളിക്കാർ തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ട രണ്ട് ടീമിലുള്ള ചില കളിക്കാർ. ട്രാവിസ് ഹെഡ് ആണെന്നുണ്ടെങ്കിലും മിച്ചൽ മാർഷ് ആണെന്നുണ്ടെങ്കിലും നിക്കോളാസ് പൂരൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കളിച്ച രണ്ട് കളികളിലും അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ശരിക്കും മറ്റ് കളിക്കാരെ നോട്ട് ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ച് ഋഷഭ് പന്തിനെ പോലെയുള്ളവരൊക്കെ. കാരണം ഋഷഭ് പന്തിന് 27 കോടി രൂപയാണ് ലക്നൗ സൂപ്പർ ജയൻസ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. IPL 2025 ഏറ്റവും വില കൂടിയ താരം ഋഷഭ് പന്തായിരുന്നു. പക്ഷേ ഈ രണ്ട് കളി എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത, ഒരു കാഷ്വലായിട്ട് കളിക്കുന്ന ഒരു ഋഷഭ് പന്തിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടീം തോറ്റാലും താൻ സ്വയം റൺ എടുത്തിട്ടില്ലെങ്കിലും ഋഷഭ് പന്ത് ഹാപ്പിയാണ്. ലക്നൗ സൂപ്പർ ജയൻസിൽ ഡേവിഡ് മില്ലർ ഇറങ്ങിയതിന് ശേഷം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയാണ്. ഇത് ഡേവിഡ് മില്ലർ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം കളിച്ചപ്പോഴും ഡേവിഡ് മില്ലറിന് അത്യാവശ്യം ബോൾസ് ഒന്നും കിട്ടിയിട്ടില്ലെന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് 2 ബോളിൽ 2 സിക്സ് അടിച്ചിട്ടാണ് അദ്ദേഹം തൃപ്തി അടഞ്ഞത്. അതുപോലെ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ കളിയും. ഈ കളിയിലാണെങ്കിൽ പോലും ഡേവിഡ് മില്ലർ വിജയിപ്പിച്ചു. ഓക്കെ, 6 ബോളിൽ 6 റൺസാണ് എടുത്തത്. അതുപോലെ തന്നെ നോട്ട് ഔട്ടാണ്. എന്തായാലും ഡേവിഡ് മില്ലർ ഇങ്ങനെ ഈ അവസാനം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡേവിഡ് മില്ലറിൻ്റെ ആ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് നമുക്ക് ശരിക്കും മിസ്സാവുന്നുണ്ട്.